ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃത്വയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് ബലം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം സാധാരണയിൽ നിന്ന് അല്പം വ്യത്യാസമായ ഒന്നാണ്. എല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയം തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 17:32. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ഒരു ചെറിയ വാക്യം, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. വേദപുസ്തകത്തിൽ പല സ്ത്രീകളുടെയും പേരുകളുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ പേരുണ്ട്, ഇസാക്കിൻ്റെ ഭാര്യയുടെ പേരുണ്ട്, യാക്കോബിൻ്റെ ഭാര്യ ദാസിമാരുടെ വരെ പേരുണ്ട്, രൂത്തിൻ്റെ പേരുണ്ട്. ഇതുപോലെ ഇങ്ങനെ പലരുടെയും പേരുകളുണ്ട്. എന്നാൽ പേരില്ലാത്ത ഒരു വ്യക്തിയാണ് ലോത്തിൻ്റെ ഭാര്യ. ഒരിക്കൽ ഒരു കർത്തദാസൻ പ്രസംഗത്തിൻ്റെ മധ്യേ അവളെ അവളെക്കുറിച്ച് ലോത്തി, അവിടെ പേരില്ലല്ലോ, അതുകൊണ്ട് ലോത്തി എന്ന് പറഞ്ഞു. അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്താ ഈ പുള്ളിക്കാരെ ഓർക്കാനുള്ളത്? ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കാൻ എന്തുണ്ട്? പുതുനായി തീർന്ന വ്യക്തി, വിചിത്രമായ നിൽപ്പോടെ അവസാനിച്ച ഒരു വ്യക്തി, അവളെ ഓർക്കാൻ എത്രയധികം എന്തുണ്ട്? അന്ത്യനാളുകളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് യേശു പറഞ്ഞു വന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. എന്താ അത്രയും ഓർക്കാനുള്ളത്? എന്നാൽ തീർച്ചയായിട്ടും അനേക കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഓർക്കാനുണ്ട്. ഞാനൊരു 7 കാര്യങ്ങൾ, 7 പോയിന്റ്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവളെക്കുറിച്ച് ചുരുക്കി പറയാം. എന്തൊക്കെയാണ് അവളെ ഓർക്കുവിൻ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് കർത്താവ് യേശു പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവളെക്കുറിച്ച് ഓർക്കാൻ? ഒന്നാമത്, അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണ് ലോത്ത്. ആ വ്യക്തിയുടെ ഭാര്യയാണ് ഇത്. അപ്പോൾ അവളെ ഓർക്കാൻ എന്താ ഉള്ളേ? ഒന്നാമത്, അവൾ ഒരു നീതിമാന്റെ ഭാര്യയായിരുന്നു. അത് കേൾക്കുമ്പോൾ പലരും നെറ്റി ചൊളിച്ചേക്കാം. ലോത്ത് നീതിമാനോ? സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ പറയാം. 2 പത്രോസ് 2-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണും, മലഞ്ഞുപോയ നീതിമാനായ ലോത്ത് തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അധർമ്മയുടെ ഇടയിൽ പാർത്തിരിക്കുമ്പോൾ അവരുടെ അധർമ്മ പ്രവൃത്തികളെ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. അപ്പോൾ സോദോമിൽ അവൻ പോയെങ്കിലും അവനെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, നീതിമാനായ ലോത്ത്. ഒരു നീതിമാന്റെ ഭാര്യയായിരുന്നു. വലഞ്ഞുപോയി, അത് വേറെ കാര്യം. അവൻ ചവിട്ടിയതുമില്ല പിടിച്ചതുമില്ല എന്ന സ്ഥിതിയിലെത്തി. പക്ഷേ അപ്പോഴും നീതിമാൻ വലഞ്ഞുപോയി. അപ്പോഴും അവനെക്കുറിച്ച് ദൈവവചനം പറയുന്നു, ഒരു നീതിമാൻ. അപ്പോൾ ഒരു നീതിമാന്റെ ഭാര്യയാണവൾ. നല്ല ദൈവഭക്തന്മാരുടെ ഭാര്യമാർ പലരും വലിയ തലവേദനയാകാറുണ്ട്. പക്ഷേ ഈ സഹോദരി എന്തെങ്കിലും തലവേദന ഉണ്ടാക്കിയതായിട്ട് പുസ്തകത്തിൽ കണ്ടു. അപ്പോൾ ഒന്ന്, അവൾ ഒരു നീതിമാന്റെ ഭാര്യയായിരുന്നു. 2, വേറെ രസകരമായൊരു കാര്യം, ഭക്തന്മാരുടെ കൂട്ടത്തിലാണ് അവൾ ജീവിച്ചത്. അബ്രഹാം
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. അബ്രഹാം സ്വർഗീയ ദർശനം പ്രാപിച്ചപ്പോൾ കാണിപ്പാനിക്കും ദേശത്തേക്ക് പോയപ്പോൾ തന്നെയല്ല പോയത്, തൻ്റെ ഭാര്യയും ലോത്തിനെയും അവനുള്ള എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം പോയി. അപ്പോൾ അബ്രഹാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ കമ്പനീസ് അല്ലെങ്കിൽ കൂട്ടത്തിലാണ്, ബന്ധത്തിലാണ് അവൾ ജീവിച്ചത്. നോക്കണം, വിശുദ്ധന്മാരോട് കൂടെ നല്ല സംസർഗം ചെയ്ത വ്യക്തിയായിരുന്നു അവൾ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വിശുദ്ധന്മാരോട് കൂടെ സംസർഗം ചെയ്തെന്നും പറഞ്ഞ് അവസാനം നഷ്ടപ്പെട്ടുകൂടായികയില്ല. നീതിമാന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് നഷ്ടപ്പെട്ടുകൂടായികയില്ല. വളരെ ശ്രദ്ധ. അവള് ഉപ്പുതൂണായെങ്കിൽ ആയില്ലെങ്കിലേ അത് ചെയ്യിക്കാനുള്ളൂ. കാരണം വിശുദ്ധന്മാരുടെ കൂടെ സഞ്ചരിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ കണ്ടവളാണ്. അതാ ഞാൻ പറഞ്ഞേ, വിശുദ്ധന്മാരുടെ സംസർഗം അനുഭവിച്ച, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തി. മൂന്നാമത്, അതിവേഗത്തിൽ പറഞ്ഞു വിടാം. മൂന്നാമത്, വിശ്വാസ ജീവിതത്തിൻ്റെ നല്ല മാതൃക, ഉത്തമ മാതൃക അവിടെ കണ്ണാൽ കണ്ടവളാണ്. അബ്രഹാം പോയപ്പോൾ ചിലപ്പോൾ അബ്രഹാമിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായിരിക്കാം ലോത്ത്, ഹാരാൻ. അപ്പോൾ ഹാരാനെ നാടൻ ഭാഷയിൽ ഉപ്പാപ്പ അല്ലെങ്കിൽ ചിറ്റപ്പ എന്നൊക്കെ വിളിച്ചേക്കാം. എങ്ങനെ അവരെ സംബോധന ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഇളയപ്പൻ, ഓരോ നാട്ടിലും ഓരോ ഭാഷ, നമ്മുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥിരതയുമില്ലാത്ത യാത്രയ്ക്ക് ഇറങ്ങിയാണ്. അന്നു മുതൽ അവർ പിരിയുന്നത് വരെ ചില വർഷങ്ങൾ അവർ ഒന്നിച്ച് സഞ്ചരിച്ചല്ലോ. അവർ പിരിയുന്ന ദിവസം വരെ അബ്രഹാമിനോട് കൂടായിരുന്നു ലോത്തും കുടുംബവും സഞ്ചരിച്ചത്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം അടുത്ത് നിന്ന് കണ്ട്, നല്ല മാതൃക അടുത്ത് നിന്ന് കണ്ട വ്യക്തിയാണ് ലോത്ത്, ലോത്തിൻ്റെ ഭാര്യ. വളരെ ചിന്തിക്കണം. അതാ പറഞ്ഞ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃക, ദൈവത്തെ അനുഗമിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവേഷ്ടം ചെയ്യുന്നത്, ദൈവകൽപ്പന പ്രകാരം പോകുന്നത്, മറ്റെന്തിനേക്കാളും ദൈവേഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്നതൊക്കെ അവളും കണ്ടതാണ്, കാണാതിരിക്കത്തില്ല. ഇടയ്ക്ക് പറഞ്ഞോട്ടെ, പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിച്ചല്ലോ, അന്ത്യോക്യയിലും അവൻ്റെ ലേഖനത്തിൽ, തീമോഥെയോസിൻ്റെ ലേഖനം എഴുതിയപ്പോൾ അന്ത്യോക്യയിലും ഇക്കോനിയിലും ലുസ്രയിലുമൊക്കെ എനിക്കുണ്ടായ ഉപദ്രവം നീ കണ്ണാൽ കണ്ടല്ലോ, നീയും നേരിൽ അനുഭവിച്ചുവല്ലോ എന്ന് തീമോഥെയോസ് പറയുന്നുണ്ട് 2-ാം ലേഖനത്തിൽ. അപ്പോൾ അബ്രഹാമിനോട് കൂടെ സഞ്ചരിച്ച് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം നേരിൽ കണ്ടവളാണ്, കണ്ട് മനസ്സിലാക്കിയുള്ളതാണ് ഈ സ്ത്രീ. എന്നിട്ടും അവളുടെ ജീവിതത്തിൽ അതൊരു സ്വാധീനവും വരുത്തിയില്ല. അതാ സങ്കടം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രയും ഒത്തിരി ആളുകളുണ്ട് എന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതോർത്തോ. വിശുദ്ധന്മാരുടെ കൂടെ കൂടി, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അവരുടെ ബാഗും പൊക്കി അവരുടെ കൂടെ സഞ്ചരിച്ച് അവരെ സഹായിച്ച് ഒക്കെ ശരി. പക്ഷേ അതിൻ്റെ ഫലം ഒന്നും അവൾ അനുഭവിച്ചില്ല. എനിക്കൊരു നല്ല മാതൃക കിട്ടിയില്ല എന്ന് അവൾക്ക് പറയാനില്ല. സാധാരണ പലരും പറയാറുണ്ടല്ലോ, എനിക്കൊരു നല്ല ആത്മീയ മാതൃക കിട്ടിയില്ല, എനിക്കൊരു നല്ല കൂട്ടായ്മ കിട്ടിയില്ല. ഇതാ
ദൈവം സൗജന്യമായി അവൾക്ക് കൊടുത്തു. നല്ല മാതൃക. കണ്ണിൻ്റെ മുൻപിൽ. ഏതാണ്ട് ഗലാത്യ സഭയോട് മറിച്ച പൗലോസ് ചോദിച്ചേ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയവനാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ മുൻപിൽ എത്ര വിശുദ്ധിയോടെ ജീവിക്കുന്ന ആളുകളും അവരെ കണ്ടാലും പലപ്പോഴും ഇവരെയൊക്കെ ജീവിതത്തിൽ അത് സ്വാധീനമില്ലാതെ പോകുന്നു. അവരുടെ കുറ്റമല്ല, കുഴപ്പം ഇവിടെ. അതാ കർത്താവ് പറഞ്ഞ് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു. അബ്രഹാമിനേക്കാൾ ഒരു ഉത്തമ മാതൃക വേറെയില്ല, അക്കാലത്തില്ല അവൾക്ക്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. മാത്രമല്ല വേറൊരു കാര്യം, അബ്രഹാം പുറപ്പെട്ടപ്പോൾ, അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടപ്പോൾ അവൾ പുറകിലോട്ട് നിന്നൊന്നുമില്ല, അവളും പുറപ്പെട്ടു. അഥവാ ലോത്ത് അബ്രഹാമിനോട് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകോട്ടൊന്ന് പിടിച്ചു വലിച്ചുമില്ല. അല്ലെങ്കിൽ വിശ്രമം അവളും ആഗ്രഹിച്ചു, വാഗ്ദത്തം അവളും ആഗ്രഹിച്ചു. വിശ്വാസത്താലുള്ള വാഗ്ദത്തം അവളും ആഗ്രഹിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതൊരു പാഠമാണ്. അവൾ സന്തോഷത്തോടെ പോയി. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജോലിക്കകത്ത് പ്രശ്നമായി, അത് വേറെ. ആരംഭത്തിൽ അവളും വിശ്രമം ആഗ്രഹിച്ചു, അതിനുവേണ്ടി പുറപ്പെട്ടു. നീതിമാന്റെ ഭാര്യ, വിശുദ്ധന്മാരുടെ കൂടെ ജീവിച്ചവൾ, ആ കൂട്ടത്തിൽ ജീവിച്ചവൾ, നല്ല വിശ്വാസത്തിൻ്റെ മാതൃക കണ്ടവൾ, എനിക്കും വിശ്രമം വേണം, അബ്രഹാമിൻ്റെ ദൈവത്തെ എനിക്കും വേണം എന്നും പറഞ്ഞിറങ്ങിയവൾ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്, നമ്മുടെ ഇടയിലുമുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവൾ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു സോദോമിൽ പോയി അവിടെ താമസിച്ചു. പക്ഷേ അവളൊരു ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവളും കേട്ടു. സോദോമിനെ നശിപ്പിക്കാൻ വന്ന ദൂതന്മാർ അവളുടെ വീട്ടിൽ വന്ന് അവളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. മാത്രമല്ല ഒടുവിൽ അവരെ എല്ലാം കൈക്ക് പിടിച്ച് ഇറക്കി വിടുന്നു. അപ്പോൾ നാശം വരാൻ പോകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടണം, ഇത് വലിയ ആപത്താണ്, ഇനി ഇവിടെ തുടരരുത്, ദൈവത്തിൻ്റെ ന്യായവിധി ഈ പട്ടണത്തിന് മേൽ വരാൻ പോകുന്നു, ജീവരക്ഷയ്ക്കായി നീ ഓടിപ്പോണം എന്നുള്ള സന്ദേശം അവളും കേട്ടു. നിങ്ങൾ ചോദിക്കും, ഒരു പക്ഷേ പുസ്തകത്തിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആർക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ, ആർക്കും. അപ്പോൾ മുന്നറിയിപ്പ് അവൾ അറിയാഞ്ഞല്ല, ദൈവശബ്ദം കേൾക്കാഞ്ഞല്ല അവൾ നഷ്ടപ്പെട്ടു പോയത്, ദൈവശബ്ദം കേൾക്കാഞ്ഞല്ല. ഇബ്രാഹിം ഇങ്ങനെ കാണാം, അവരൊരു സദ്വർത്തമാനം, നമ്മെപ്പോലെ അവരും സദ്വർത്തമാനം കേട്ടവരായിരുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ദൈവശബ്ദം കേട്ടു. ഇന്നും ലോത്തിൻ്റെ ഭാര്യയെപ്പോലുള്ളവർ ദൈവ രാജ്യത്തോട് അടുത്ത് നിൽക്കുന്നെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ വിമോചന സന്ദേശം കേൾക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് പ്രയോഗത്തിൽ വരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ PhD വരെ പഠിച്ച ഒരു PhD-കാരനുമായി ഈയിടയ്ക്ക് നിങ്ങൾ സംസാരിപ്പാണ്ടേ രക്ഷയെക്കുറിച്ച്.
പുള്ളിക്ക് നന്നായിട്ട് ബൈബിളിലെ പല കാര്യങ്ങളും അറിയാം, പാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാം, മറ്റ് പല പട്ടക്കാരുടെ കാര്യം അറിയാം. അവൻ ഇങ്ങോട്ട് പല കാര്യങ്ങളും ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ ആ വ്യക്തിക്ക് വേണ്ടി ചെലവിട്ടു. പക്ഷേ അവസാനം അദ്ദേഹം പറയുകയാണ്, അവന് ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഇല്ലാതെന്ന് പറയുന്നില്ല, എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല. ആട്ടെ, മനസ്സിലാകുമെന്ന് നോക്കട്ടെ. ഇതുപോലെ ഒരുപാട് ആളുകൾ യേശു ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് വളരെ ശാന്തമായി ആ കൊച്ചു കുഞ്ഞു പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളെ സംസാരിച്ചു. ഞാനും അതിൽ ഭാഗഭാഗമായി. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തയാളോടല്ല, ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലാകാത്ത യുവത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട്. പക്ഷേ എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇതുപോലുള്ള ഒരുപാട് പേര് അവന് അറിയാം, ഭക്തന്മാരെ കുറിച്ചൊക്കെ അറിയാം. ലോകത്തിൻ്റെ ഭാര്യ അതിനെ വാണിംഗ് കേട്ടു. അപ്പോൾ എന്നിട്ടും നഷ്ടപ്പെട്ടു. മാത്രമല്ല മറ്റൊരു കാര്യം കൊണ്ട് കാണാം. ചില്ലറ കാര്യമൊന്നുമല്ല, അവൾ ദൂതന്മാരെ സൽക്കരിച്ചു. രാത്രി അവളുടെ വീട്ടിൽ വന്നവരെ വെറുതെ ഒന്നും വിട്ടില്ല. ഭർത്താവ് വരെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ വഴക്കുണ്ടാക്കി ഇറക്കി വിട്ടൊന്നുമില്ല. പലയിടത്തും അങ്ങനെ സംഭവിക്കാറുണ്ട്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, പല അനുഭവങ്ങളുണ്ടല്ലോ. ആരെയെങ്കിലും കൂട്ടി അവിചാരിതമായ സമയത്ത് ആരെങ്കിലും കൂട്ടി വീട്ടിൽ വന്നാൽ ആശയങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്ന പല സഹോദരിമാരുമുണ്ട്. പക്ഷേ ഈ സഹോദരി ദൂതന്മാരെ സൽക്കരിച്ചു. ചെറിയ കാര്യമാണോ? ദൂതന്മാരെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുന്നെങ്കിൽ മനുഷ്യരല്ല, അവിടെ വന്നവർ രണ്ടും മനുഷ്യരല്ല, മനുഷ്യവേഷത്തിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ദൂതന്മാരെ സൽക്കരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണോ? അപ്പോൾ ദൂതന്മാരെ സൽക്കരിച്ചവൾ മാത്രമല്ല, ഒന്നുകൂടെ ഞാൻ പറയാം, സോദോം വിട്ടവൾ. സോദോമിൽ നിന്ന് പുറപ്പെട്ടു, നാശപട്ടണത്തിൽ നിന്ന് അതിൻ്റെ നാശത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ബലം പ്രയോഗിച്ചായാലും അവൾ ഇറക്കി വിട്ടു, സോദോം വിട്ടു. അപ്പോൾ എന്നിട്ടും വഴിയിൽ അവസാനിച്ചു. അവൾ പർവ്വതത്തിലേക്ക് ഓടാൻ പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി ഉപ്പൂണായി ഭവിച്ചു. ഞാൻ രക്ഷയുടെ ഭദ്രതയെ ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നേ. ഒരു സംഭവം അവളെ ഓർത്തുകൊള്ളുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ശാന്തമായി ആരാഞ്ഞ് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. ഒരു നീതിമാന്റെ ഭാര്യ, ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ കാലത്ത് എത്രയോ തലമുറകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, 2000-ലധികം വർഷങ്ങൾക്ക് ശേഷം പത്രോസിലൂടെ പറയുന്നു, അവൻ നീതിമാനായിരുന്നു. മലിഞ്ഞു പോയിട്ടെങ്കിലും നീതിമാനായിരുന്നു. മാത്രമല്ല വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചവൾ, പ്രാർത്ഥിക്കുന്നവരുടെ, ആരാധിക്കുന്നവരുടെ, ഭക്തന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചവൾ, വിശ്വാസ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക കണ്ണുകൊണ്ട് കണ്ടവൾ, വാഗ്ദത്തം അന്വേഷിച്ചവൾ, വിശ്രമത്തിലേക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വിശ്രമം അന്വേഷിച്ചവൾ, അബ്രഹാമിൻ്റെ ദൈവത്തെ എനിക്കും വേണമെന്നും പറഞ്ഞ് വിശ്വാസത്താൽ ഇറങ്ങിയവൾ. നിങ്ങളെല്ലാവരും പോക്കോ, ഞാൻ ഇവിടെ തങ്ങിക്കൂടാം എന്ന് പറയാത്തവൾ. അവൾ പറഞ്ഞില്ലല്ലോ, ഞാനും വരുന്നു. ഇളയപ്പം പോകുന്നിടത്തല്ല, ചിറ്റപ്പം പോകുന്നിടത്ത് ഞാനും വരുന്നു. അല്ലെങ്കിൽ അബ്രഹാം പോകുന്നിടത്ത് ഞാനും വരുന്നു. രൂത്ത് പറഞ്ഞ പോലെ നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, ഞാൻ നിന്നെ വിട്ട് പിരിയത്തില്ല എന്ന് പറഞ്ഞ പോലെ എവളും അത്രയൊത്ത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും അവരുടെ കൂട്ടത്തിൽ പോയി. മാത്രമല്ല
ദൂതന്മാർ നേരിട്ട് വന്ന് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ടവൾ, ദൂതന്മാരെ ശുശ്രൂഷിച്ചവൾ, സോദം വിട്ട വ്യക്തി വഴിയിൽ അവസാനിച്ചു. ഇത് നമുക്കൊരു പാഠമല്ലേ? നാം ഭയപ്പെടണ്ടേ? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൽ ലോകം മുഴുവൻ എന്ത് സംഭവിക്കും എന്ന് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇതോർക്കുമോ? ഇത്രയും നല്ല കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയാനുണ്ടായിട്ടും വഴിയിൽ നശിച്ചുപോയല്ലോ. എന്തുകൊണ്ട്? അവളുടെ ഹൃദയത്തിൽ യഥാർത്ഥ വിശ്വാസമില്ലായിരുന്നു. അതാ കാരണം. അവളുടെ ഹൃദയത്തിൽ സ്വതവുമായിരുന്നു. കാരണം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടിയേ. ഓടാൻ താല്പര്യപ്പെട്ടിട്ടല്ല. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇൻപം വേണ്ടെന്ന് പാട്ട് പാടിയതുകൊണ്ടായില്ല, ഭക്തന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ടായില്ല. ഹൃദയത്തിൽ വ്യക്തമായ നിർണയവും എങ്ങനെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹവുമില്ലാത്ത വ്യക്തികൾ വഴിയിൽ അവസാനിക്കും. ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. എപ്പോഴേലും നാം അത് ചിന്തിക്കണം. അവളുടെ സ്ഥാനത്ത് നമ്മളെ ആക്കിക്കൊണ്ട് നമുക്ക് പറയാവോ, എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നെ ലക്ഷ്യം തെറ്റിക്കാൻ ഒരു ശക്തിയും അനുവദിക്കത്തില്ല. മുന്നിൽ നിന്ന് ആരും അവളെ തടഞ്ഞതല്ല, പുറകോട്ട് നോക്കി, അതിനോട് തീർന്നു, ഒപ്പതുണായിട്ട് ഭവിച്ചു. ആ ഇൻസ്റ്റൻസ് അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കാം, വളരെ ശ്രദ്ധിക്കാം. വേദപുസ്തകത്തിൽ പല കാര്യങ്ങളും ഓർത്തുകൊള്ളാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അക്ഷരിക ഇസ്രായേലിനോട് ആവർത്തന പുസ്തകത്തിൽ പല കാര്യങ്ങൾ നീ മറക്കരുത്, നീ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് ഒരു വ്യക്തിയെ ഓർക്കാനാണ് പറഞ്ഞത്, ലോകത്തിൻ്റെ ഭാര്യ. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള വ്യക്തി വഴിയിൽ അവസാനിച്ചല്ലോ. നാം അവളെ ഓർത്തുകൊള്ളണമെങ്കിൽ അവൾക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവൾ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് വരാതിരിക്കാൻ വേണ്ടി, എനിക്ക് എൻ്റെ നാട്ടിലെത്തണം, എൻ്റെ ലക്ഷ്യത്തിലെത്തണം, ഈ നാശത്തിൽ നിന്ന് ഞാൻ ഓടണം, ഞാൻ വിട്ടൊഴിയണം, എനിക്കിവിടം വേണ്ട, എനിക്ക് എൻ്റെ ജീവനാണ് വലുത്, ഞാൻ അതിനായി ഓടുന്നു. പൗലോസ് പറഞ്ഞല്ലോ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പുറകുള്ളത് മറന്നും മുൻപുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസിന് മുൻപോട്ടുള്ള ആ ലക്ഷ്യം, ഇവക്ക് പുറകിലുള്ളവൻ. അവൻ മുൻപോട്ടോടി, പുറകിലുള്ളതെല്ലാം മറന്നു, എല്ലാം വിട്ടു. ഇനി അതെനിക്ക് വേണ്ട. അവിടെ പറഞ്ഞത് ഉൽപ്പത്തി 19-ാം അധ്യായത്തിൽ കാണാം. ദൂതന്മാർ പറഞ്ഞത്, ജീവരക്ഷയ്ക്കായി ഓടിക്കൊള്ളുവിൻ. ജീവനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. ജീവരക്ഷയ്ക്കായി ഓടിക്കൊള്ളുവിൻ, ലാക്കിലേക്ക്, നിത്യജീവനായി. മറ്റെന്തിനേക്കാളും എല്ലാം ചവറന്ന് എനിക്കുണ്ട്. ലക്ഷ്യം നോക്കി ഓടുക. വഴിയിൽ അവസാനിക്കരുതേ, വഴിയിൽ അസ്തമിക്കരുതേ, പെരുവഴിയിലാകരുതേ, നമ്മുടെ കണ്ണ് ലാക്കിൽ നിന്നും മാറരുതേ. ഈ നാളുകളിൽ വളരെ ചിന്തിച്ച് അവളെ പാഠമാക്കിക്കൊണ്ട്, അവളെ മാതൃകയാക്കാനില്ല, ആ വ്യക്തിയെ പാഠമാക്കിക്കൊണ്ട് എനിക്കത് ഭവിക്കാതിരിപ്പാൻ ഞാൻ സൂക്ഷിക്കണമല്ലോ, ഞാൻ ശ്രദ്ധിക്കണമല്ലോ, ഞാൻ കരുതണമല്ലോ എന്ന ബോധ്യത്തോടെ അവളെ പാഠമാക്കിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരാം. നമുക്ക് ലക്ഷ്യത്തിലേക്ക് കുതിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഒരു ശക്തിയും നമ്മെ പിന്തിരിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരു ശക്തിയും നമ്മെ പിന്തിരിപ്പിക്കാൻ അനുവദിക്കരുത്.
അവളെ പാഠമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ലക്ഷ്യത്തിൽ നാം നല്ല കാര്യങ്ങൾ ചെയ്ത എല്ലാം ശരിയാണ്. പക്ഷേ എന്നിട്ടും എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിലോ? ആകയാൽ പൗലോസിൻ്റെ വാക്ക് നമ്മുടെ കാതിൽ മുഴങ്ങട്ടെ. ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപുള്ളത് മറന്നു, ലോകത്തുള്ളതെല്ലാം ചവറെന്നെണ്ണി മാലിന്യമെന്നെണ്ണി അതിനെ വിട്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവെള്ളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്ത് അവളെ മാതൃകയാക്കാനില്ല, അവളെ പാഠമാക്കിക്കൊണ്ട് അവളുടെ പാഠം ഉൾക്കൊണ്ട് ലക്ഷ്യത്തിലെത്തും വരെ ശ്രദ്ധ മാറാതെ നമുക്ക് ഓടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവെന്ന് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ ആ വാക്യത്തെ ചിന്തിപ്പാൻ എല്ലാവർക്കും അവസരം തന്നു. ഒരു നീതിമാൻ്റെ ഭാര്യയായി വിശുദ്ധന്മാരുടെ സംഘത്തിൽ ജീവിച്ച് വിശ്വാസത്തിൻ്റെ നല്ല മാതൃക കണ്ട് കർത്താവ് വിശ്രമം അന്വേഷിച്ച് മുന്നറിയിപ്പ് അവളുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ട് ദൂതന്മാരെ ശുശ്രൂഷിച്ച് സ്വതവും വിട്ടെങ്കിലും പിന്നെ അവളെ വഴിയിൽ അവസാനിച്ചല്ലോ. അത് ഞങ്ങൾക്ക് പാഠമായി ഒരു കാരണവശാലും ഞങ്ങൾക്ക് സംഭവിക്കാതെ ഞങ്ങളെ കാത്തുകൊണ്ട് ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങളെ കൃപ ചെയ്യണമേ. അവിടുന്ന് കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.